അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെയാ മക്കളെ വിശേഷങ്ങൾ? നമ്മളിന്ന് നംലിൻ്റെയും ഫറാഷൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. നംലാരാന്നറിയോ നിങ്ങൾക്ക്? നംലാരാ? ആ, ഉറുമ്പാണ്. ഫറാഷയോ? ഫറാഷ ആരാണ്? ആ, ബട്ടർഫ്ലൈ ആണ്. നംലിൻ്റെയും ഫറാഷൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ഓക്കെ, ഒരു ദിവസം നമ്മുടെ നംൽ എന്ത് ചെയ്തു? കാട്ടിലൂടെ ഇങ്ങനെ പോയി. കാട്ടിലൂടെ അല്ല, തോട്ടിലൂടെ, പുഴയിലൂടെ ഒക്കെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കാറില്ലേ നിങ്ങൾ? അതുപോലെ ഇങ്ങനെ തൊടികയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോവായിരുന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നംലാക്ക് ഭയങ്കര ക്ഷീണം അല്ലേ? ക്ഷീണിച്ചപ്പോൾ എന്ത് ചെയ്തു? വിശന്നിട്ട് വയ്യ, ദാഹിക്കണമുണ്ട് അല്ലേ? അപ്പോൾ വിശന്നിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ? നമുക്ക് അങ്ങനെയല്ലേ, കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ ഓടിപ്പോകും അല്ലേ? അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റും നോക്കി അല്ലേ? ആ സമയത്ത് എന്തായി? അവിടെ ഉണ്ട് ഒരു മൗസ് അല്ലേ? മൗസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ, ബനാന, പഴം അല്ലേ? ആ, ഇങ്ങനെ മൗസ് കണ്ടു. മൗസ് കണ്ടപ്പോൾ നമ്മളെന്ത് ചെയ്തു? വായിലിങ്ങനെ വെള്ളം നിറച്ചിങ്ങനെ നോക്കി നിൽക്കുക. എവിടെയാണ് മൗസ് ഉള്ളത്? ആ, മരത്തിൻ്റെ മുകളിൽ, വാഴൻ്റെ മുകളിലാണ് മൗസ് ഉള്ളത് അല്ലേ? നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റണില്ല? കയറാൻ പറ്റണില്ല. നമ്മൾ അത്രയും ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ചുറ്റും നോക്കി ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ എന്ന്. അപ്പോഴിതാ നമ്മുടെ നംലിൻ്റെ ഫ്രണ്ടായ ഫറാഷ് ഇങ്ങനെ പറന്ന് വരുന്നു. ഫറാഷ വന്ന പാടന്നെ നംലിനോട് എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞേ? നിങ്ങളെ ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയാറ്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. ആ, വെരി ഗുഡ്. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇത് കേട്ട പാടെ നമ്മൾ എന്ത് ചെയ്തു? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു. ഫറാഷ ചോദിച്ചു, എന്താ നംലായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്നെ കണ്ടിട്ട് ഭയങ്കര ക്ഷീണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നംല എന്ത് ചെയ്തു? പറഞ്ഞു, ഞാൻ വെറുതെ ഒന്നിങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ, കുറേ നടന്നപ്പോൾ എനിക്ക് ക്ഷീണമായിപ്പോയി, എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതാ അവിടെ ആ വാഴൻ്റെ മുകളിൽ 2 മൗസ് ഉണ്ട്. പക്ഷെ എനിക്ക് പറിക്കാൻ പറ്റണില്ല, നീ ഒന്ന് പറിച്ച് തരുമോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഫറാഷ എന്താ പറഞ്ഞത്? ആ, നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഫറാഷ് എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു മൗസ് പറിച്ചിട്ട് നംലക്ക് കൊടുത്തു. നംല വേഗം ആ മൗസൊക്കെ ഇങ്ങനെ തോലിച്ചിട്ട് എന്ത് ചെയ്തു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചു അല്ലേ? കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പഴം കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നല്ല രസമല്ലേ ഉണ്ടാവുക? അതോ വൈപ്പാണ് ഉണ്ടാവുക? ഇങ്ങനെ കഴിച്ചപ്പോൾ നംല എന്ന് പറഞ്ഞു? മൗസുൻ ലദീദുൻ, മൗസുൻ ലവീദുൻ. നല്ല രസമുണ്ട്, നല്ല മധുരമുള്ള, നല്ല ടേസ്റ്റുള്ള മൗസാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫറാഷക്കും തോന്നി ഒന്ന് കഴിച്ചു നോക്കാമെന്ന്. അങ്ങനെ ഫറാഷയും ഒരു മൗസ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മൗസ് ബിസ്മി ചൊല്ലി കഴിച്ചു. അപ്പം നമ്മൾ കൂട്ടുകാരാരൊക്കെയാണ്? നംല, പിന്നെ ആരാ? ഫറാഷ. അവരെന്താ കഴിച്ചത്? മൗസ്. സെറ്റല്ലേ? ഇതിൻ്റെ ബാക്കി കഥ ഉണ്ട് കേട്ടോ. ഇവർ കാട്ടിലേക്ക് ഒരു ടൂർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.